ഗൈസ്, അപ്പോൾ ഇന്നൊരു ചെറിയ അപ്ഡേറ്റിനാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് മോൺസ്റ്റർ ഫിഷുകളെ വാങ്ങിയായിരുന്നേ. അതൊക്കെ ജീവനോടെ ഉണ്ടാ ചത്തായില്ലേ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ ആദ്യമായിട്ട് ഈ കാണുന്ന മൊറയിലാണ്. ഇതൊരു കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ട് വാങ്ങുന്നതിനൊക്കെ കടയിൽ നിന്ന് ഈ സാധനം ചാടിപ്പോയിട്ട് കടയിൽ ഫുള്ള് തപ്പി കണ്ട കുഴിയിലോട്ടൊക്കെ കയറിപ്പോയി. അവിടെ നിന്ന് കൈയിട്ടൊക്കെ ഇവരെടുത്ത് സംഭവത്തിനെന്ന് പറയാൻ നേരത്ത് ഒരെണ്ണം 75, രണ്ടെണ്ണം 150 രൂപയാണ് ഈ ഞാൻ വാങ്ങിച്ച കടയിൽ ചാർജ് ചെയ്തത്. പലയിടത്തും ഇതിന് 100 രൂപ ഒക്കെ കൊടുക്കുന്നത്. പല ആൾക്കാരും വന്നിട്ട് വാങ്ങുന്നുണ്ട്. സംഭവം കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടാങ്കിലോട്ടാണ് നമ്മൾ ഇട്ടത്. ഇതിനെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ തന്നെ 15 മിനിറ്റ് ഇടണം കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലോട്ടാണ് നമ്മൾ മുഷീൻ ഇട്ടത്. അതിൻ്റെ അകത്ത് രോഹു ഒക്കെ കിടപ്പുണ്ട്. ഇനി നിങ്ങൾ തമ്മിൽ കൊത്തു പിടിക്കാവുന്നതിന് ഡൗട്ട്. ഈ രോഹു സീനാണ്, ഭയങ്കര മെനക്കേടാണ്, ഭയങ്കര ശല്യ. പിന്നെ ഈ കാണുന്ന ടാങ്കിലാണ് നമ്മൾ ഇപ്പോൾ എന്തായിരുന്നു നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊറയിലിനെ റിലീസാക്കാൻ പോണത്. വാട്ടർ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. എന്നുവെച്ചാൽ എനിക്ക് വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ രാത്രി വേറെ ടാങ്കില്ല. കാരണം ഇത് ചാടിപ്പോയി നിങ്ങളെ കണ്ടതല്ലേ. എൻ്റെ ഈ ഒരു ടാങ്കിൽ മാത്രം സേഫായിട്ട് ഒരു റിംഗ് ടാങ്കും പ്ലസ് നെറ്റൊക്കെ ഉള്ളൊരു ടാങ്കുള്ളൂ. ബാക്കിയെല്ലാം ഓപ്പൺ ടാങ്കും ഈ ഹൈറ്റ് കുറഞ്ഞ ചെറിയ ടാങ്കുകളൊക്കെയാണ്. ഇത് ചാടിപ്പോയാൽ പണിയാണ്. പിന്നെ അക്യൂറത്തിലാണെങ്കിൽ ഇടാൻ പറ്റത്തില്ല, അവർക്ക് സ്നേക്കായിട്ട് കിടപ്പുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്കിലാണ് നമ്മൾ ഇട്ടിരുന്നത്. പിന്നെ ഇത് എന്നെ ഇടാൻ വന്നപ്പോഴത്തേക്കും ടാങ്കിൽ വെള്ളം ഭയങ്കര മോശമായിരുന്നു. വല്ല മീൻ ചാവാണ്ട് ഒരിക്കലും അത്ര മോശമാവത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും മീൻ ചത്ത് കുറേ തിലാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അനക്കമൊന്നും കേൾക്കുന്നില്ല. അതിൻ്റെയൊക്കെ കാര്യം നോക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെയാണെങ്കിൽ കുളവാഴയാണെങ്കിൽ അറിയാം എന്തായിരുന്നു, ചീഞ്ഞ് തളർന്നിങ്ങനെ കിടക്കുകയായിരുന്നു. കണ്ട അതിൻ്റെ ഇലയെല്ലാം നന്നായിട്ടിങ്ങനെ വിടർന്നിങ്ങനെ തളർന്നിങ്ങനെ കിടക്കുകയാണെങ്കിൽ അത് ചീഞ്ഞെന്നാണ് അർത്ഥം. വെള്ളത്തിൻ്റെ ക്വാളിറ്റി നോക്കാൻ ഈ പായൽ അതിൻ്റെ അകത്തിട്ടിരിക്കുന്ന കുളവാഴ ബാക്കി പായലൊക്കെ നോക്കിയാൽ മതി. അതിൻ്റെയൊക്കെ ക്വാളിറ്റി നോക്കിയാൽ മതി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന അന്ന് എന്തായിരുന്നു നീലിന് ഇട്ട ദിവസം രാത്രി നമ്മൾ കുറച്ച് ഫുഡ് ഇട്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഇന്ന് രാവിലെ ആയിട്ട് അത് കഴിച്ചിട്ടില്ല. സാധാരണ തിലാപ്പിയൊക്കെ ഓടി വന്ന് കൊത്തി കൊത്തി കഴിക്കുന്നതായിരുന്നു. ഇപ്പോൾ തിലാപ്പിയുടെ അനക്കൊന്നും ഇല്ല. അതിൻ്റെ പണി തീർന്നെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വറ്റിച്ച് നോക്കാം എന്തൊക്കെ മീനുണ്ട് എന്തൊക്കെ മീനില്ല എന്നൊക്കെ. അതിനായിട്ട് നമുക്ക് ആദ്യം പായലെടുത്ത് കളയാം. പിന്നെ നമ്മൾ വെള്ളം വറ്റിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കുഴൽ ഉപയോഗിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പൈപ്പ്. ഇത് പണ്ടത്തെ ഒരു ഓസിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഈ നന്നായിട്ട് ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ടല്ലോ, ഈ വെള്ളത്തിലോട്ട് മുക്കുക, ടാങ്കിലോട്ട് മുക്കുക, എന്നിട്ട് ഫുൾ വെള്ളം കയറ്റുക. ഫുൾ വെള്ളം കയറ്റി കഴിഞ്ഞ് രണ്ടറ്റവും പൊത്തി പിടിച്ചിട്ട് നേരെ ഒന്ന് കമത്തിയാൽ മതി. കമത്തുന്ന സമയത്ത് ഒരറ്റം എന്തായിരുന്നു പുറത്തോട്ടും മറ്റൊരറ്റം വെള്ളത്തിലോട്ടും വേണം കമത്താൻ. അപ്പോഴത്തേക്ക് ഈ പുറത്തോട്ടിരിക്കുന്ന പൈപ്പിൽ കൂടെ വെള്ളം പുറത്തോട്ട് പോകുന്ന നേരത്തെ ഈ ഓസിൻ്റെ അകത്തൊരു വാക്യൂം ക്രിയേറ്റ് ആവും. ആ വാക്യൂം വഴി ഈ ടാങ്കിലുള്ള വെള്ളം സക്കാക്കപ്പെടും. അതാണ് ചെറിയൊരു ഫിസിക്സാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വെള്ളമെല്ലാം വറ്റിക്കാൻ പറ്റും. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, മോട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഗ്രൗണ്ട് സർഫസിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന ടാങ്കുകൾക്ക്, വെള്ളമുള്ള ഗ്രൗണ്ട് സർഫസിൽ നിന്ന് വാട്ടർ ലെവൽ പൊങ്ങി നിൽക്കുന്ന ടാങ്കുകളിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് വെള്ളം കളയാൻ പറ്റും. അല്ലാണ്ട് ഈ പടുത്ത കുളത്തിലൊക്കെ പോയിട്ട് ഈ സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. അത് ഗ്രൗണ്ട് സർഫസിന് താഴെയാണ് വെള്ളമുള്ളത്. അത് നമുക്ക് ഈ വാക്യൂം ക്രിയേറ്റ് ആക്കിയിട്ട് വെള്ളം വലിച്ച് പുറത്തേക്ക് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അത്യാവശ്യം വെള്ളമെല്ലാം നമ്മൾ എന്തായിരുന്നു പൈപ്പ് വെച്ച് വലിച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ബക്കറ്റിൽ കോരിക്കളയാം. വെള്ളമാണെങ്കിൽ ഭയങ്കര മോശമാണ് കേട്ടോ. മറ്റേ ഓടയിലെ പോലെ കിടക്കുകയാണ്. ഇതെന്തെങ്കിലും ചത്ത് ചീഞ്ഞിട്ടുണ്ട്, അതാണ് ഈ പ്രശ്നം വന്നത്. നമുക്കെന്തായാലും നോക്കാം. വെള്ളം വറ്റിക്കുന്നതിനിടയ്ക്ക് ബാക്കി മീനുകളെയൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് ഓർക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചത്ത് കിട്ടിയെന്ന് പറയാൻ നേരത്ത് നമ്മൾ ഇന്നലെ വാങ്ങിയ മൊറയിൽ തന്നെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയിട്ട് എടുത്താൽ മതി. കാരണം ഇതിപ്പോൾ ചത്തു, ഞാനിതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ വാട്ടർ ക്വാളിറ്റി മോശമായത് കൊണ്ടാവും ഇത് ചത്തത്. ചിലപ്പോൾ ഇത് ക്ലിയർ വാട്ടറിലോ ഇരിക്കത്തുള്ളായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം ഈ സാധനത്തിന് വാങ്ങി അറിയാമല്ലോ എങ്ങനെ ഇടേണ്ടതെന്ന്. നിങ്ങൾ ജസ്റ്റ് ക്ലിയർ വാട്ടർ മാത്രം ഇട്ടാൽ മതി. അതായത് ഇപ്പോൾ ആൽഗെ വാട്ടർ ഉണ്ടെങ്കിൽ പോലും ഇടാൻ നിൽക്കണ്ട. ഇങ്ങനത്തെ വാട്ടർ ക്വാളിറ്റി കുറഞ്ഞ വെള്ളമാണെങ്കിൽ ചിലപ്പോൾ ക്യാറ്റ് ഫിഷൊക്കെ കിടക്കും. അതുപോലെ ഇത് കിടക്കുമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിടക്കത്തില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. വാങ്ങിച്ചൊരെണ്ണം മാത്രമല്ല, പോയപ്പോൾ രണ്ടും പോയായിരുന്നു കേട്ടാ. രണ്ടിനും ആ ഒരു വാട്ടർ ക്വാളിറ്റി പറ്റിയില്ലെന്ന് തോന്നുന്നു. വേറെ മീനൊന്നും കടിച്ചിട്ടായിരിക്കത്തില്ല, വാട്ടർ ക്വാളിറ്റിയുടെ പ്രശ്നം തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്ന് പറയാൻ നേരത്ത് ടാങ്കിൽ നിന്നും നമ്മൾ ക്ലീൻ ആക്കുന്നതിനിടയ്ക്ക് പിടിച്ച മീനുകളൊക്കെ ഒന്ന് കാണിച്ചാലാ. ദിവനാണ് നല്ല പെടപ്പുള്ള ആൾ കേട്ടാ. പെടപ്പെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പെടപ്പാണ്. നമ്മുടെ കൂരിവാളയാണ്, അല്ലെങ്കിൽ ഇറിഡിസൻ ഷാർക്ക് എന്നൊക്കെ പറയും. ഒടുക്കത്തെ പെടപ്പാണ്. അതിൻ്റെ ടെയിലെല്ലൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ റെഡ് ഷെയ്ഡ് കളറേഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി ആണെങ്കിൽ നല്ല സിൽവർ കളറേഷനാണ്. പിന്നെ തലയൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഓർക്കുന്നു. ഫുൾ ടൈം ഇതിങ്ങനെ ഭിത്തിയോട്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഓരഞ്ഞ് ഭയങ്കര പരിക്കാണ്. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ രണ്ട് പിള്ളേർ വന്നിട്ട്, അപ്പോൾ അമ്മമാർക്ക് മീനൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ പിടിച്ചൊന്ന് കാണിച്ചു കൊടുത്തു. അമ്മമാർക്കാണെങ്കിൽ സക്കറിനെയൊക്കെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ച് കേട്ടോ. കൈ സമ്മരെല്ലാം പൊത്തി പിടിക്കുന്നുണ്ടായിരുന്നു. എന്താ കാര്യം എന്നറിയത്തില്ല. അപ്പോഴത്തേക്കും അമ്മ അവർക്കൊക്കെ കൊണ്ടുവന്ന് 1-2 പായസം കൊടുത്ത്. അന്നെന്തോ വീട്ടിൽ എന്തോ വിശേഷമൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്തെങ്കിലും പായസം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാം നന്നായിട്ട് കുടിക്കുന്നുണ്ട്. പിള്ളേർക്കെല്ലാം സക്കറിനെ പേടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഈ സംഭവമാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇഷ്ടം പോലെ ഹേറ്റേഴ്സ് ഉള്ളൊരു മീനാണ്. സംഭവം ഈ നാട്ടുതോട്ടിലോട്ടൊക്കെ പോയിട്ട് അവിടെയുള്ള നേറ്റീവായിട്ടുള്ള മീനുകളെല്ലാം ആക്രമിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ഹേറ്റേഴ്സ് വന്നിട്ടുണ്ട്. സംഭവം ശരിയാണ്.
പിന്നെ ഇതിൻ്റെ ടാങ്ക് ക്ലീനിങ് ചെയ്യുന്ന മീനെന്നൊക്കെയാണ് പലരും പറയുന്നത്. ടാങ്കൊന്നും ഒരു തേങ്ങ ഇത് ക്ലീൻ ആക്കത്തില്ല കേട്ടാ. അങ്ങനെയൊന്നും വിശ്വസിച്ച് പിള്ളേർ ആരും ഇത് വാങ്ങണ്ട. പിന്നെ നമ്മുടെ ഈ സാധനം ഈ ആക്ച്വലി ഇവളെന്ന് പറയാൻ നേരത്ത് ഒരു പെൺമുഷിയാണ് കേട്ടാ. നമ്മുടെ സ്പോട്ടഡ് പാണ്ട ക്യാറ്റ് ഫിഷാണ്. ഇതെന്ന് പറയാൻ നേരത്ത് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷ്. ഇതാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതിനുള്ള കാര്യമൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ വരാം, ഇത് ചത്തില്ലേ. അപ്പോൾ ഇത് ആൽബിനോ ക്യാറ്റ് ഫിഷ് ആണെങ്കിൽ നമ്മുടെ കൂടെ ഏകദേശം ഒരു 2 വർഷമായിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സ്പോട്ടഡ് വന്നിട്ട് ഒരു വർഷമൊക്കെ ആവുന്നുള്ളൂ. നമ്മുടെ ഒരു ഫ്രണ്ട് അവന് മീൻ വളർത്തുന്ന പരിപാടിയൊക്കെ നിർത്തിയപ്പോൾ നമുക്ക് നോക്കാൻ തന്നതാണ്. അത് ഹാപ്പി ആയിട്ടൊക്കെ നടപ്പുണ്ട്. അത്യാവശ്യം നീട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ആൽബിനോ ക്യാറ്റ് ഫിഷിനൊക്കെ. സ്പോട്ടഡൊക്കെ ആണെങ്കിൽ വന്നപ്പോൾ എങ്ങനെയാണ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പിന്നെയാണെങ്കിൽ ടാങ്കിലുള്ളതെന്ന് പറയാൻ നേരത്തെ ഈ കാണുന്ന 2 കുഞ്ഞൻ ഇറിഡിസൻ ഷാർക്കാണ്. പണ്ട് 10 രൂപക്ക് വാങ്ങിയതാണ്. അല്പം സൈസായിട്ടുണ്ട്. സംഭവത്തിനൊക്കെ ഒടുക്കത്തെ ഇമ്മ്യൂണിറ്റി ആണെന്നേ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, സിലോപ്പി എല്ലാം തട്ടിപ്പോയി കേട്ടോ ഗായ്സ്. സിലോപ്പി ഒന്നും ഒറ്റൊരെണ്ണം പോലും കാണുന്നില്ല. എല്ലാം ആ വാട്ടർ ക്വാളിറ്റി നശിച്ചപ്പോഴത്തേക്കും സംഭവം തട്ടിപ്പോയി, അല്ലെങ്കിൽ സംഭവം തട്ടിപ്പോയിട്ടാണ് വാട്ടർ ക്വാളിറ്റി നശിച്ചത്. അവിടെ മൊറയിൽ ചത്തുകൊണ്ട് നമ്മൾ കളഞ്ഞില്ല. സംഭവം ചത്തിട്ട് അധികം മണിക്കൂറായില്ലായിരുന്നു. സോ ഫ്ലഷ് ആണെങ്കിൽ നന്നായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് വെട്ടി അരിഞ്ഞിട്ട് നമ്മുടെ മുഷിക്കിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിച്ചോളും, വലിയ സീനൊന്നുമില്ല. വെറുതെ അതിനെ കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ചത്തു, മേക്ക് ഇറ്റ് യൂസ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.